ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ടെക്സ്റ്റ് ടൂൾസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ കാണുന്ന ബോട്ടം സൈഡിൽ കാണുന്ന ടൂൾസിൽ ടെക്സ്റ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് മീറ്റ് ചെയ്തിരുന്നു. ടെക്സ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യുക, ഫോണ്ട് കൊടുക്കുന്നത്, അതെങ്ങനെ ബോൾഡ് ചെയ്യുക, ഷേഡോസ് ആഡ് ചെയ്യുന്നത്, 3D എഫക്റ്റിലേക്ക് മാറ്റുന്നത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിൽ പരിചയപ്പെട്ടു. ഇത്തവണ നമ്മൾ ടൂൾ ബോക്സിൽ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യുന്നൊരു പോർഷനിലേക്കാണ് പോകുന്നത്. ഈ മൂന്നാമതായിട്ട് കാണുന്ന ഏകദേശം ഈ ഒരു സർക്കിൾ പോലെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ, നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനും ഗാലറിയിൽ നിന്ന് ഇമേജസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ചില ചിത്രങ്ങൾ വരയ്ക്കാനും ഷേപ്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ട്രേസ് ചെയ്യാനും ഏരോ പോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ടൂള് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത് ഈ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാം ഇവിടെ. ആ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയും കാണാം സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അങ്ങനെയും നമുക്ക് ആഡ് ചെയ്യാം, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിലൊരുപാട് ഡീഫോൾട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇമോജീസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനൊരു തൽക്കാലം ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്, ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ സ്റ്റിക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കർ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ ഒരു ആങ്കർ പോയിന്റ് യൂസ് ചെയ്തിട്ട് റീസൈസ് ചെയ്യാം. വേണമെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഈ സൈഡിൽ ഈ കാണുന്ന ഈ ഒരു കർവ് യൂസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അതുകൂടാതെ ഈ സ്റ്റിക്കറിന് പകരം മാറ്റി മറ്റൊരു സ്റ്റിക്കർ ഇടുന്നു. ഇവിടെ റീസെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് വേറെ സ്റ്റിക്കർ റീസെലക്ട് ചെയ്യാം. അതായത് അത് പോയിട്ട് വേറൊരു സ്റ്റിക്കർ അവിടെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷനും കാണാം. അപ്പോൾ ആ സ്റ്റിക്കർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്രോപ്പ് ചെയ്യാം, കോപ്പി ചെയ്യാം, ടു ഫ്രണ്ട്, ടു ബാക്ക്, അതുപോലെ തന്നെ പൊസിഷൻസ്. സ്റ്റിക്കറിൻ്റെ കളറ് മാറ്റാൻ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ കളറ് മാറ്റാം. അത് ഒരു റൗണ്ട് ആയതുകൊണ്ടാണ് കളർ വന്നപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ പോയത്. അതുപോലെ തന്നെ ടെക്സ്ചർ ആഡ് ചെയ്യാം, സ്റ്റിക്കറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാനും കൂട്ടാനും പറ്റും, ഇറേസ് ചെയ്യാം, മാസ്ക് ചെയ്യാം. നമ്മളവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും സ്റ്റിക്കേഴ്സിലും അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ ഒരു ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കാം. സ്റ്റിക്കറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം. അതുപോലെ തന്നെ സ്ട്രോക്ക് കൊടുക്കാൻ വേണമെങ്കിൽ സ്റ്റിക്കറിൻ്റെ ചുറ്റും സ്ട്രോക്ക് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. ഓക്കെ, അപ്പം ഞാൻ ഈ ആ ഒരു സ്റ്റിക്കർ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ഇമേജിനെ നമ്മുടെ ക്യാൻവാസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ്. ഒന്നിൽ ഈ പ്ലസ് ഐക്കൺ വന്നിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ കാണാം നിങ്ങൾക്ക് ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിലൊരുപാട് ഇമേജസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ഗോൾഡ് ടെക്സ്ചറുള്ളൊരു ഇമേജ് ഞാൻ എടുത്തു. ആ ഇമേജ് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി സർക്കിൾ, അതായത് ഒരു റൗണ്ടിൽ ക്രോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാനൊരു 4:3 ക്രോപ്പ് ചെയ്യാണ്. ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്ലിപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ട്. ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാക്കി ഈ ഒരു സൈഡിലേക്ക് ആ ഒരു ഇമേജ് വെച്ചു. ആ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇമേജ് മാറ്റി റീസെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഇമേജ് മാറ്റി വേറൊരു ഇമേജ് കൊടുത്താൽ അതിന് പകരമായിട്ട് റീപ്ലേസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഇമേജ് ഡിലീറ്റ് ചെയ്യാം. ഇനി ഈ ഇമേജിനെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണ്. ഇപ്പോൾ എടുത്തതിന് ശേഷമാണ് തോന്നുന്നത് ഈ സൈസ് വേണ്ട, ക്രോപ്പ് കൊടുത്തിട്ട് നമുക്കത് വേറൊരു സൈസിലേക്ക് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. പിന്നെ കോപ്പി ചെയ്യാം. പിന്നെ ഇൻ ഫ്രണ്ട്, ടു ഫ്രണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഞാനത് ഈ ഒരു പ്ലസ് ഐക്കൺ എടുത്ത് ഫ്രം ഗാലറി എടുത്തിട്ട് വേറൊരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഈ ഒരു ഇമേജ് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 ഇമേജ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഇമേജ് മുകളിലാണ്. അതേ ടു ബാക്ക് കൊടുത്താൽ അതിൻ്റെ ബാക്കിലേക്ക് വരും, ടു ഫ്രണ്ട് കൊടുത്താൽ ഫ്രണ്ടിലേക്ക് വരും. പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ അൺഡു ബട്ടൺ ഉണ്ട്. ബാക്ക്വേർഡ് ചെയ്യാം. ബാക്ക്വേർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ക്രോപ്പ് ചെയ്യാൻ പഠിച്ചു. ഇനി കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടു ഫ്രണ്ട് ബാക്ക് നമ്മൾ പഠിച്ചതാണ്. പിന്നെ പൊസിഷൻസ്, ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻസ്
നമുക്കിത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പിക്സൽ അനുസരിച്ച് പിക്സൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ആക്യുറേറ്റ് ആയിട്ട് പൊസിഷൻസ് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബോർഡറിനോട് ചേരുന്ന രീതിയിൽ ലെഫ്റ്റ് അലൈൻ ചെയ്യാനും റൈറ്റ് അലൈൻ ചെയ്യാനും സെൻറ്ററിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമേജ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഇമേജും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്കിതിലേക്കൊരു PNG ഇമേജ് ആഡ് ചെയ്യാം. അതായത് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ ഒരു ഐക്കൺ മാത്രമായിട്ട് നൈക്കിൻ്റെ ഒരു ലോഗോ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഈ റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ റിലേറ്റീവ് സൈസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ കൂട്ടാം, ഹൈറ്റ് കൂട്ടാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒരുമിച്ചാണല്ലോ, ഹൈറ്റ് വിഡ്ത്ത് ഒരുമിച്ച് കൂടുന്നതും കുറയ്ക്കുന്നുണ്ട്. കാരണം ഇവിടെ മെയിൻറ്റെയിൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് മാത്രം ഇങ്ങനെ കൂട്ടാം, പിന്നെ ഹൈറ്റ് മാത്രം കൂട്ടാം. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഇമേജ്, അതായത് ഈ ഐക്കൺ എന്ന് പറഞ്ഞ ഇമേജിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഗ്രേഡിയൻറ്റ് കൊടുക്കണോ, നൈക്കിൻ്റെ ആ ഒരു ഇതിന് ഗ്രേഡിയൻറ്റ് കൊടുക്കണേ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്ചറാണ്. ടെക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ദേ ഈ ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ദേ ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ആ ടെക്സ്ചറിൻ്റെ ഓപ്ഷൻ വീണ്ടും എടുക്കുകയാണെങ്കിൽ സ്കെയിൽ ചെയ്യാം. ആ ടെക്സ്ചർ എത്രത്തോളം ആ ഇമേജിനെ വേണ്ട അത്ര സ്കെയിൽ ചെയ്യാം. റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്കെയിലാവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടെക്സ്ചർ വേണ്ടെങ്കിൽ ഇത് ഈ ഒരു ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ ആ ടെക്സ്ചർ കളയാം. വേറൊരു ടെക്സ്ചർ കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു ടെക്സ്ചർ ആഡ് ചെയ്യുകയാണ്. കണ്ടോ, ആ ഒരു ടെക്സ്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ടെക്സ്ചറിൻ്റെ ഓപ്ഷൻ എടുത്താൽ ആ ടെക്സ്ചർ സ്കെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു ടെക്സ്ചറിന് ഓൾറെഡി ഉള്ള കളറാണ് എടുക്കുന്നത്. ഇനി കളർ ഞാൻ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ റെഡ് കളർ ആഡ് ചെയ്തു, അല്ലെ ഗ്രേഡിയൻ കളർ ആഡ് ചെയ്തു, ഒരു ടിക്ക് കൊടുത്തു. ഇനി ഞാൻ ടെക്സ്ചർ എടുക്കുകയാണ്. ടെക്സ്ചർ എടുത്തിട്ട് ഇമേജ് ആഡ് ചെയ്യുകയാണ്. കണ്ടോ, ഇമേജ് വന്നില്ല. കാരണം എന്താണ്, ഇവിടെ കളർ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഒരിക്കലും ആ ടെക്സ്ചർ കാണിക്കില്ല. ഓക്കെ, അങ്ങനെ തെറ്റുപറ്റാതിരിക്കാൻ കാണിച്ചു തന്നതാണ്. അത് ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്ചർ ആഡ് ചെയ്യുകയാണെങ്കിൽ കളർ ഓപ്ഷൻ ഓഫ് ചെയ്തിടണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ കളർ ഫിൽറ്റർ ആണ്. കളർ ഫിൽറ്റർ എന്തിനാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താനാണ്, ഹ്യൂ സാറ്റുറേഷനൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താനാണ്. ഞാനൊരു ഇമേജ് ആഡ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഒരു ഇമേജ് ഇമ്പോർട്ടിൽ വന്നിട്ട് ഒരു ഇമേജ് എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഇമേജാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇമേജ്. എന്നിട്ട് നേരെ കളർ ഫിൽറ്റർ എടുക്കുകയാണ്. അപ്പോൾ ഹ്യൂ എന്ന് പറയുന്ന കളർ മാറ്റുന്നതനുസരിച്ച് കണ്ടോ, ആ വർണ്ണങ്ങളുടെ ആ ഒരു ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. സാറ്റുറേഷൻ, അതായത് അതിൻ്റെ കാഠിന്യം കൂട്ടാണ് കളറിൻ്റെ, കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കോൺട്രാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇനി നമുക്ക് ഇത് ന്യൂട്രൽ ആക്കണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്ര ഓപ്ഷൻസാണ് അവിടെ ഉള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടിൽ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു കാനൻ്റെ ഈ ഒരു ലോഗോ എടുക്കുകയാണ്. അപ്പോൾ ഈ ലോഗോൻ്റെ ബാക്കിൽ വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഈ വൈറ്റ് കളയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അതാണ് ഇറേസ് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതെടുക്കുകയാണ് ഞാൻ. അത് എനബിൾ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, അത് പോയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇമേജിൽ ചിലപ്പോൾ ഇനി വൈറ്റ് മര്യാദ പോയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ ടോളറൻസ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബെറ്ററായിട്ട് ഇറേസ് ആയി കിട്ടും. എഡ്ജസ് ഒക്കെ സ്മൂത്ത് ചെയ്യണമെങ്കിൽ സ്മൂത്ത് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് PNG ഇമേജ് പോലെ ആഡ് ചെയ്തു. ഇനി എനിക്ക് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടിപ്പോൾ ഈ കാനണ്ട ഇത്ര ഭാഗം മാസ്ക് ചെയ്യണം, ഈ വരച്ചിരിക്കുന്ന ഇത്ര ഭാഗം മാസ്ക് ചെയ്യണം എന്ന് വിചാരിക്കാം. എനേബിൾ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, അത്ര ഭാഗം മാസ്ക് ആവും, അതായത് കാണാതെയാവും. ഇതൊക്കെ യൂസ് ചെയ്യണം എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ചില ഇമേജിൻ്റെ അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയണം. അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആ മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ്ഫുള്ളായിട്ട് വരാം. ഈ മാസ്ക്, ഇറേസ് കളർ, അതുപോലെ തന്നെ
വേറെയും കുറച്ച് ഓപ്ഷൻസ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഈ ഒരു ഇതിന് നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യണമെങ്കിൽ സ്ട്രോക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കനണ്ട ആ ഒരു ഇതിന് ഒരു സ്ട്രോക്ക് ഞാൻ കൊടുത്തിട്ട് സ്ട്രോക്കിൻ്റെ വിഡ്ത്തൊക്കെ കൊടുക്കാം. ഒരു വൈറ്റ് സ്ട്രോക്ക് കൊടുക്കുകയാണ് ഞാൻ. സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പുതിയ കളർ ആഡ് ചെയ്യാൻ പ്ലസ് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്താ ഒരു ബ്ലൂ, ഡാർക്ക് ബ്ലൂവിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഉണ്ടോ, അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇറേസർ ഉണ്ട്. ഇറേസർ എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇറേസ് ചെയ്ത് കളയാം, മായ്ച്ച് കളയാനാണ്. ഇവിടെ ഒരു ഫ്രീ ഹാൻഡ് ടൂളുള്ളൊരു ടൂളുണ്ട്, അത് വെച്ചിട്ടും നമുക്കിങ്ങനെ ഇറേസ് ചെയ്ത് കളയാം. ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. മൊത്തം ഇറേസ് ആയിട്ടുണ്ട്, അൺഡു ചെയ്യാണ്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഇതിലുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്യുക. പെന്നിൻ്റെ സൈസൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കളർ വേണമെങ്കിൽ മാറ്റാം, ഇവിടെ മാറ്റാം. സ്മൂത്ത് ആക്കാം ലൈൻസ്. പിന്നെ ഫിൽ ഇൻസൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്താൽ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫില്ലാവും. ഡാഷ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, വരയ്ക്കുന്നത് ഡാഷ് ലൈനായിട്ട് മാറും. പിന്നെ നിയോൺ എഫക്റ്റ് കിട്ടണമെങ്കിൽ നിയോൺ എഫക്റ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്താൽ നിയോൺ എഫക്റ്റ് കിട്ടും നമ്മൾ വരയ്ക്കുന്ന ലൈൻസിന്. ബ്ലർ ആക്കണമെങ്കിൽ ബ്ലർനെസ് കൂട്ടുകയും ചെയ്യാം. ഉണ്ടോ, കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ഡിഫറൻസ് കാണാം. ബ്ലർനെസ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസും കാണാം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇറേസ് ചെയ്യണമെങ്കിൽ ഈ ഇറേസർ എടുക്കുക. ഇറേസറിൻ്റെ സൈസ് കൂട്ടിയിട്ട് ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അവിടെയുണ്ട്. പിന്നെ ഷേപ്സ് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ഷേപ്സ് ഉണ്ട്. ഞാൻ ഹേർട്ടിൻ്റെ ഷേപ്പ് എടുക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ കളർ ഫില്ല് ചെയ്യാം. നമുക്ക് ഹേർട്ടിൻ്റെ ഷേപ്പിന് ഏകദേശം ഞാനൊരു റെഡ് കളർ ഫില്ല് ചെയ്യുകയാണ്. ഗ്രേഡിയൻ്റ് ഫില്ല് ചെയ്യാൻ അങ്ങനെ ഫില്ല് ചെയ്യാം. ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിന് സ്ട്രോക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഹേർട്ടിന് സ്ട്രോക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സ്ട്രോക്കിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സ്ട്രോക്കിനും കളർ നമുക്ക് മാറ്റാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആ സ്ട്രോക്കിൻ്റെ അറ്റം, അതായത് ഈ കാണുന്ന എഡ്ജസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ വ്യത്യാസങ്ങൾ ഇവിടെ വരുത്താം. എഡ്ജസിലുള്ള വ്യത്യാസങ്ങൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ എഡ്ജ് ശ്രദ്ധിച്ചോളൂ. ഉണ്ടോ, ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതുണ്ടോ. ഈ ഒരു പോർഷനാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പോർഷൻ. പിന്നെ അതുപോലെ റേഡിയസ്, ബ്ലർനെസ് ആക്കാം, ആ എഡ്ജസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ. ഓക്കെ, നെക്സ്റ്റ് ബിസിയർ ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഇത് നമുക്ക് ലോഗോ ഒക്കെ ചെയ്യുന്ന ടൈമിൽ ട്രേസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൂളാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഞാൻ പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഏരോ ടൂൾ, അതായത് നോർമലായിട്ട് ഏരോ എന്തിനൊക്കെ യൂസ് ചെയ്യാം, അതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി ഈ ഏരോൻ്റെ ഈ ഒരു സൈഡിലെ ഷേപ്പ് മാറ്റണമെങ്കിൽ മാറ്റാം. ഈ ഒരു സൈഡിലെ എൻഡ് ഏരോൻ്റെ സൈസ് മാറ്റാം. ഫ്രണ്ട് ഏരോ, ബിഗിനിങ് സൈസ്, പിന്നെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. ഏരോൻ്റെ സൈസും ഒപ്പാസിറ്റി, ഏരോൻ്റെ കളറ് ഗ്രേഡിയൻ്റ് ആക്കാൻ വേണമെങ്കിൽ ഏരോന് സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്കിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഏരോ സ്ട്രോക്കിൻ്റെ കളറ് മാറ്റാം. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്ര ഓപ്ഷൻസാണ് മെയിനായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ആ ടൂൾ ബോക്സിൽ ഉള്ളത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ് ഒന്നില്ലെങ്കിൽ നമുക്കിവിടെ ടൂൾ ബോക്സിൽ വന്നിട്ട് എടുക്കാം. ഈ കാണുന്ന ഒരു 2 റെക്റ്റാങ്കിൾസിൻ്റെ ഐക്കണോട് കൂടിയിട്ടുള്ള ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ കളറാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, കളേഴ്സിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇവിടെ മാറുന്നത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളേഴ്സാണ്. ഗ്രേഡിയൻ്റ് ആണെങ്കിലും നമുക്ക് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടാണ് ഗ്രേഡിയൻ്റ് കളേഴ്സായിട്ട് മാറുന്നത്. ഇപ്പോൾ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പോഗ്രഫിയോ അല്ല ടെക്സ്റ്റൊക്കെ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം, ഒരു PNG ഇമേജ് ആയിട്ട് കിട്ടണം എന്ന് വിചാരിക്കുക. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടണം എങ്കിൽ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ടെക്സ്റ്റ് എടുത്തിട്ട് ഈ ന്യൂ ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ഞാൻ പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഞാൻ സ്റ്റൈൽ കൊടുക്കുകയാണ് ഇതിൽ.
ഈ ഒരു സ്റ്റൈൽ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ Pixellab എന്ന് പറഞ്ഞത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സേവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസ് കൊടുത്താൽ ഈ എഴുതിയിരിക്കുന്നത് മാത്രം എനിക്ക് സേവ് ചെയ്യാം. ഇവിടെ ഷെയറിൽ പോയിട്ട് നമുക്കത് ഇവിടെ PNG ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. സേവ് ടു ഗാലറി കൊടുത്താൽ നമുക്കത് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതെന്തിനാണെന്ന്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ഓപ്ഷൻ ഇമേജ് സൈസ് ആണ്. എന്താണ് ഇമേജ് സൈസ്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ലേ, ഇവിടെ 3 ഡോട്ട്സ് ഇട്ടപ്പോൾ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെയിം ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. സെയിം ഓപ്ഷൻ തന്നെയാണ് ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലുള്ളത്. നമുക്കിതിൽ കസ്റ്റം ചെയ്യാം ഇമേജിൻ്റെ സൈസ്, അല്ലെങ്കിൽ ഇവിടെ ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് സൈസസ് ഉണ്ട്. ആ സൈസ് എടുക്കാം. സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 1:1, തംബ്നെയിൽ ഓപ്ഷനാണെങ്കിൽ അങ്ങനെ ഇമേജ് സൈസസ് ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ ക്യാൻവാസിൻ്റെ സൈസ് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഇതിൽ വല്ല ഇമേജസോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ക്രോപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ഓപ്ഷനാണ്. പിന്നെ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് നമ്മുടെ ഇതിൽ ഡീഫോൾട്ടായിട്ട് കുറച്ച് ഇമേജസ് ഉണ്ട്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഇമേജസ് മാറ്റാം. ഇതിങ്ങനെ ഇമേജസ് ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഫ്രം ഗാലറി, അതായത് ഗാലറിയിൽ നിന്നൊരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ്. ഫ്രം ഗാലറി എടുക്കുക. ഇത് ഞാൻ ഡൗൺലോഡ്സിൽ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു സ്മഡ്ജ് പെയിൻറ്റിങ് ചെയ്തൊരു ഇമേജാണ് ഫോട്ടോഷോപ്പിൽ. ആ ഇമേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഇമേജ് നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറ്റാം. ഇത് നമുക്ക് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല, കാരണം ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസിൽ ബാക്ക്ഗ്രൗണ്ട് ടൂൾസിലുള്ളതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അതായത് ക്യാൻവാസ് ആയിട്ടാണ് മാറിയിട്ടുള്ളത് അത്. ഓക്കെ, പിന്നെ നമുക്ക് ക്യാമറയിൽ നിന്നും നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ആഡ് ചെയ്യാം. ഇത്ര ഓപ്ഷൻസാണ് അവിടെ ഉള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻസാണ് എഫക്ട്സ് എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് നമുക്കതിനെ ബാക്ക്ഗ്രൗണ്ടിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കതിന് ഇതിൽ വിഗ്നിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വിഗ്നിറ്റ് ആഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് അറിയാം ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. അതായത് ഇതിൻ്റെ ചുറ്റും ഒരു ബ്ലാക്ക് ഷെയ്ഡോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നോയ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നോയ്സ് അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നോയ്സ് ആഡ് ചെയ്യാം. നോയ്സിൻ്റെ എത്രത്തോളം ദൈർഘ്യം വേണമെന്നുള്ളത് ഈ ആൽഫ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ നോയ്സ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. അങ്ങനെ എൻഹാൻസ് ചെയ്യാം. നോയ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ സ്ട്രിപ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ലൈൻസാണ്. അപ്പോൾ ലൈൻസിൻ്റെ തിക്നെസ്സൊക്കെ ഇവിടെ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കാം. ലൈൻസിൻ്റെ എണ്ണം ഇവിടെ കൂട്ടാം. ഈ റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൂട്ടാം. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ്, ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കൂട്ടാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഹ്യൂ, അതിൻ്റെ ഒരു വർണ്ണങ്ങളുള്ള ടെമ്പറേച്ചർ വ്യത്യാസങ്ങളനുസരിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ സാറ്റുറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്ര ഓപ്ഷൻസാണ് അതിലുള്ളത്. അപ്പോൾ ഏകദേശം Pixellabലെ എല്ലാ ടൂൾസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്കൊരു പോസ്റ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു മലയാളത്തിലാണ് ഞാൻ പോസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് 2 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. മലയാളം ഫോണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന മലയാളം അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ മലയാളത്തിനെ യൂണിക്കോഡ് എന്നാണ് പറയുക. ആ യൂണിക്കോഡ് FML ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ FML ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും കോഡ് FML എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലസ് അതെങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരുന്നു, ആ ഫോണ്ട് എങ്ങനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു എങ്ങനെ മനോഹരമായിട്ടൊരു പോസ്റ്റർ നിർമ്മിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ശേഷം നമുക്ക് ലോഗോ, ഫ്ലയേഴ്സ്, ബ്രൗഷർ, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഡിസൈനിങ് വർക്കുകൾ ചെയ്തു വരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.